ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? ഇന്ന് ചേച്ചി ഒരു പുതിയ കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു കുഞ്ഞു പട്ടിക്കുട്ടിയുടെ കഥ, നമ്മുടെ കിട്ടുപട്ടിയുടെ കഥ. ചേച്ചി ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു മിഠായി കിട്ടുമ്പോൾ അത് മറ്റാർക്കും കൊടുക്കാതെ ഒളിപ്പിച്ചു വെച്ച് കഴിക്കാൻ നോക്കിയിട്ടുണ്ടോ? നമ്മുടെ കിട്ടു അങ്ങനെ ഒരു പരിപാടിക്കാണ് ഇന്ന് ഇറങ്ങിയത്. പക്ഷെ അവന് പറ്റിയ ഒരു വലിയ അമളി എന്താണെന്ന് അറിയണ്ടേ? എന്നാൽ വാ, നമുക്ക് കിട്ടുവിന്റെ കൂടെ പോയി ഒന്ന് നോക്കാം. ഇതാ നോക്കൂ, ഇവനാണ് നമ്മുടെ കിട്ടു. എന്ത് ഭംഗിയാണല്ലേ അവനെ കാണാൻ! നല്ല സ്വർണ്ണ നിറമുള്ള മുടിയും മുഖത്ത് പാല് കുടിച്ച പോലുള്ള വെളുത്ത അടയാളവും. അവന്റെ ആ വലിയ തവിട്ട് കണ്ണുകൾ കണ്ടോ? എപ്പോഴും എന്തെങ്കിലും കുസൃതികൾ ആലോചിച്ചിരിക്കുന്നത് പോലെ തോന്നും. കഴുത്തിലൊരു നീല പട്ടയും അതിൽ തിളങ്ങുന്ന ഒരു പതക്കവുമുണ്ട്. കാണാൻ ഒരു കുഞ്ഞു പാവയെ പോലെ ഉണ്ടല്ലേ? പാലത്തിനടുത്തുള്ള ആ വലിയ ആൽമരത്തിന്റെ ചുവട്ടിലാണ് കിട്ടുവിന്റെ താമസം. ഒരിക്കൽ നമ്മുടെ കിട്ടു ഇങ്ങനെ പൂമ്പാറ്റകളുടെ കൂടെ പിന്നാലെ കളിച്ചു നടക്കുകയായിരുന്നു. നല്ല വെയിലുള്ള ഉച്ചസമയം. കിട്ടുവിന് നല്ല വിശപ്പുമുണ്ടായിരുന്നു. പെട്ടെന്നാണ് വഴിയരികിൽ കിട്ടു ഒരു കാര്യം കണ്ടത്. അതാ അവിടെ കിടക്കുന്നു ഒരു വെളുത്ത് കടിക്കാൻ പാകത്തിനുള്ള വലിയൊരു എല്ലിൻ കഷ്ണം. കിട്ടുവിന്റെ കണ്ണുകൾ തിളങ്ങി. വാവ്, ഇത് എന്റേത് തന്നെയല്ലേ! പെട്ടെന്ന് കിട്ടുവിന് ഒരു പേടി. തന്റെ കൂട്ടുകാരായ കണ്ടൻ നായിയോ ചിന്നം പൂച്ചയോ വന്ന് ചോദിച്ചാലോ? വേണ്ട, ഇത് എനിക്ക് ഒറ്റയ്ക്ക് ആസ്വദിച്ച് കഴിക്കണം. അങ്ങനെ കിട്ടു ആ എല്ലും കടിച്ചുകൊണ്ട് പുഴയുടെ അക്കരയ്ക്കുള്ള കാട്ടിലേക്ക് പോയി. പുഴ കടന്നു വേണം കാട്ടിലേക്ക് പോകാൻ. ഓടി ഓടി കിട്ടു പുഴയ്ക്ക് കുറുകെയുള്ള ഒരു മരപ്പാലത്തിന്റെ അടുത്തെത്തി. അവിടെ നല്ല തണുപ്പുള്ള കാറ്റുണ്ടായി. പാലം കടക്കാൻ കയറിയപ്പോൾ കിട്ടു ഓരോന്ന് ആലോചിച്ച് അവിടെ ഇരുന്നു. കിട്ടുവിന് പതുക്കെ മയക്കം വരാൻ തുടങ്ങി. അവൻ ആ വലിയ എല്ലും ചാരി വെച്ച് അവിടെ പതുക്കെ ഇരുന്നുറങ്ങിപ്പോയി. ഉറക്കത്തിൽ അവൻ നല്ല നല്ല സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. സ്വപ്നത്തിൽ അവൻ വലിയൊരു പാചകക്കാരനാണ്. അവൻ ആ എല്ലിൻ കഷ്ണത്തിൽ മസാലയൊക്കെ പുരട്ടി അങ്ങനെ പാചകം ചെയ്യുകയാണ്. ആ മണം കിട്ടുവിന്റെ മൂക്കിലേക്ക് അടിച്ചു കയറുന്നത് പോലെ അവൻ ഉറക്കത്തിൽ ഇടയ്ക്കിടയ്ക്ക് മണപ്പിക്കുന്നുണ്ടായിരുന്നു. സ്വപ്നത്തിൽ അവൻ മറ്റൊരു കുസൃതി കൂടി കണ്ടു. അവൻ ഒറ്റയ്ക്ക് അത് ആസ്വദിച്ച് കഴിക്കുന്നത് പോലെ കൂട്ടുകാരെയൊക്കെ അസൂയപ്പെടുത്തി. കൂട്ടുകാരെല്ലാം അസൂയയോടെ നോക്കുന്നുണ്ടായിരുന്നു. അവൻ സ്വപ്നത്തിൽ എല്ലുകൾ വെച്ച് അമ്മാനമാടുന്നത് പോലെ സ്വപ്നം കണ്ടു. കൂട്ടുകാരൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. നിങ്ങളും അങ്ങനെയാണോ? കൂട്ടുകാരെ മിഠായി കാണിച്ച് കൊതിപ്പിക്കാറുണ്ടോ? കിട്ടുവിന് അതൊറ്റയ്ക്ക് കഴിക്കാനാണ് ഇഷ്ടം. അതും കണ്ടു അവൻ ഒറ്റയ്ക്കായി എല്ലാം ആസ്വദിച്ച് കഴിക്കുന്നതായി. പെട്ടെന്ന് പുഴയുടെ സൈഡിലുള്ള ഒരു മരത്തിൽ നിന്ന് രണ്ട് കിളികൾ ഒച്ച വെക്കാൻ തുടങ്ങി. ആ ശബ്ദം കേട്ട് കിട്ടു ഞെട്ടി എണീറ്റു. അയ്യോ, എന്റെ എല്ല്! അവൻ വേഗം എല്ലായിടത്ത് വായിലിട്ടു. അപ്പോഴാണ് അവൻ പുഴയിലേക്ക് നോക്കിയത്. അവൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. പുഴയുടെ തെളിഞ്ഞ വെള്ളത്തിൽ ഇതാ മറ്റൊരു നായ നിൽക്കുന്നു. ഇവനിത് എവിടെ നിന്ന് വന്നു? കിട്ടു നോക്കിയപ്പോൾ ആ നായയുടെ വായിലുമുണ്ട് ഇതുപോലൊരു എല്ല്. പാവം കിട്ടു. അത് വെള്ളത്തിൽ കാണുന്ന തന്റെ നിഴലാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടായില്ല. കൂട്ടുകാരെ, നിങ്ങളും കണ്ണാടിയിൽ നോക്കുമ്പോൾ അത് വേറൊരു കുട്ടിയാണെന്ന് തോന്നാറുണ്ടോ? അത് നിങ്ങളാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? പക്ഷെ കിട്ടുവിന് അറിയില്ലായിരുന്നു. കിട്ടു ആലോചിച്ചു, ആ എല്ല് കൂടി എനിക്ക് കിട്ടിയാൽ എന്തൊരു രസമായിരുന്നു! രണ്ടെല്ലുകൾ നല്ല ഗംഭീരമായി ഇന്ന് കഴിക്കാം. കിട്ടുവിന്റെ മനസ്സിൽ പതുക്കെ അത്യാഗ്രഹം വന്നുകൂടി. ആ എല്ല് തട്ടിയെടുക്കണമെന്നായി അവന്റെ ലക്ഷ്യം. വായ തുറന്ന് കുരച്ച് ആ പട്ടീനെ ഒന്ന് പേടിപ്പിക്കാം. ചിലപ്പോൾ അവൻ എല്ലിട്ടിട്ട് പോയാലോ? അതും കൈക്കലാക്കാം. കിട്ടു തന്റെ കാലുകൾ പാലത്തിൽ ഉറപ്പിച്ചു നിർത്തി. പതുക്കെ വായ തുറന്ന് ബൗ ബൗ എന്ന് കുരയ്ക്കാൻ തുടങ്ങി. അയ്യോ, കിട്ടു വായ തുറന്നതും അവന്റെ വായിലിരുന്ന ആ വലിയ എല്ല് നേരെ നിലത്തേക്ക് വീണു. പ്ലം! ശബ്ദത്തോടുകൂടി അത് പുഴയുടെ ആഴങ്ങളിലേക്ക് താന്നുപോയി.
കിട്ടു അന്തം വിട്ട് വെള്ളത്തിലേക്ക് നോക്കി. ഇപ്പോൾ ആ വെള്ളത്തിലെ നായയുടെ കയ്യിലും എല്ലില്ല. അപ്പോഴാണ് കിട്ടുവിന് കാര്യം മനസ്സിലായത്. അയ്യോ, അത് ഞാൻ തന്നെയായിരുന്നു. എന്റെ എല്ല് പോയല്ലോ. എന്റെ സ്വപ്നങ്ങളെല്ലാം പോയി. തന്റെ എല്ല് പോയ വിഷമത്തിൽ കിട്ടു പതുക്കെ ആ പാലം ഇറങ്ങി വന്നു. പാവം കിട്ടുവല്ലേ കൂട്ടുകാരെ? നിങ്ങൾ പറയൂ, കിട്ടു ചെയ്തത് ശരിയാണോ? അല്ലേ അല്ല. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാതെ അത്യാഗ്രഹം കാണിച്ചത് കൊണ്ടാണ് ഒന്നും കിട്ടാണ്ട് പോയത്. അതുകൊണ്ട് എപ്പോഴും ഓർക്കുക, നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് എപ്പോഴും സന്തോഷമായിരിക്കണം. അത്യാഗ്രഹം എപ്പോഴും നമുക്ക് നഷ്ടമേ വരുത്തൂ. ഉള്ളത് പങ്കുവച്ച് കഴിക്കുന്നതിലാണ് യഥാർത്ഥ സന്തോഷം. നമ്മുടെ കിട്ടു ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. നിങ്ങളും ചെയ്യില്ലല്ലോ അല്ലേ? ഈ കഥ ഇഷ്ടമായോ കൂട്ടുകാർക്ക്? ഇഷ്ടപ്പെട്ടെങ്കിൽ ചേച്ചിക്ക് ഒരു ലൈക്ക് തരണേ. അടുത്ത ആഴ്ച പുതിയൊരു കഥയുമായി വീണ്ടും കാണാം.